ഹായ്, കരിയർ ഗൈഡൻസിൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണാലിറ്റിയെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർ പറയും അവന് നല്ല പേഴ്സണാലിറ്റി, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരാളുടെ പേഴ്സണാലിറ്റി അയാളുടെ പേഴ്സണാലിറ്റി നല്ലതാണെന്നോ അല്ലെങ്കിൽ ചീത്താണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കരിയർ ഗൈഡൻസിൻ്റെ ലെവലിൽ നോക്കുമ്പം ചില ആളുകൾക്ക് ചില കരിയർ എന്താണ് അവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ട് അവർക്ക് ഇന്ന കരിയറാണ് ചൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയും. ഇനി മറ്റു ചിലരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ട് അവർക്ക് വേറെ ജോബ് അല്ലെങ്കിൽ വേറെ കരിയർ ആയിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇന്ന പേഴ്സണാലിറ്റി നല്ലതെന്നോ അല്ലെങ്കിൽ ഇന്നത് മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം പ്രധാനമായിട്ടും 4 തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി. ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും ഒരു സദസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും എന്താണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളൊരു ഫംഗ്ഷന് പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ സ്കൂളിൽ ക്ലാസ് റൂമിലായിരുന്നാലും അപ്പം ഏതൊരു പ്രവൃത്തിയും അത് മുന്നിൽ നിന്ന് നയിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പേഴ്സണാലിറ്റിന് നമുക്ക് എന്താണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്നാണ് പറയാൻ പറ്റുക. അപ്പം അവർക്ക് യോജിച്ച കരിയേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് IAS ഓഫീസർ ആകാൻ പറ്റും, കാരണം അതിന് വേണ്ടത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, ആ കരിയർ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെയിൽസ് ജോബ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻ ആകാനും ഇവർക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കരിയർ ഇതൊക്കെയാണ്. അപ്പം നമ്മളുടെ പേഴ്സണാലിറ്റി ഏതാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കരിയർ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ തരം പേഴ്സണാലിറ്റി ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾ എന്നുള്ളതാണ്. നല്ല ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടാവും, അല്ലെ? ഏതൊരു കാര്യം അവർ ചെയ്യുമ്പോഴും അതിനെന്തുണ്ടാവും, ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധനം അടുക്കി വെക്കുകയാണെങ്കിലും ചില ആളുകൾ അത് ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യും. അപ്പോൾ ഏതൊരു ജോലി അവർ ചെയ്യുമ്പോഴും അവർക്ക് എന്തുണ്ടാവും, അതിലൊരു ക്രിയേറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗ്രാഫിക് ഡിസൈനർ ആവാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സ്റ്റോറി റൈറ്ററും അതുപോലെ തന്നെ ആർക്കിടെക്റ്റും ആവാൻ പറ്റും. അതുപോലെ തന്നെ ആനിമേഷൻ ജോബ്. അപ്പോൾ ഈ കരിയറിനെല്ലാം എന്താവശ്യമുണ്ട്, ക്രിയേറ്റീവ് തിങ്കിങ്, അല്ലേ? ക്രിയേറ്റിവിറ്റി നല്ല ആവശ്യമുള്ള കരിയറുകളാണ് ഈ പറഞ്ഞ കരിയറുകളെല്ലാം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള എന്താണ് പേഴ്സണാലിറ്റിയാണ്. ടൈപ്പ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഉള്ള. ഇനി എന്താണ് ടൈപ്പ് സി? ടൈപ്പ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ തിങ്കിങ്, അല്ലേ? എന്താണ് ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവുള്ള പേഴ്സണാലിറ്റിയാണ് എന്താണ് ടൈപ്പ് സി പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അത് നമുക്ക് എൻജിനീയേഴ്സ്, അല്ലേ? ഒരു എൻജിനീയേഴ്സ് ആകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ല ലോജിക്കൽ തിങ്കിങ് ഉണ്ടാവണം. അതുപോലെ തന്നെ അക്കൗണ്ടന്റ്, അല്ലേ? ഒരു അക്കൗണ്ട് ജോബ് ചെയ്യണമെങ്കിൽ ആ കരിയർ ചൂസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ല ലോജിക്കൽ തിങ്കിങ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോഗ്രാം, അല്ലേ? ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ അങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനെന്ത് ആവശ്യമുണ്ട്, ലോജിക്കൽ തിങ്കിങ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൽ ഏറ്റവും അവസാനത്തെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ടൈപ്പ് ഡി പേഴ്സണാലിറ്റിയാണ്. ടൈപ്പ് ഡി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് നേച്ചർ, നന്നായിട്ട് സഹായിക്കാൻ മനസ്ഥിതിയുള്ള ആളുകളെ അല്ലെങ്കിൽ അത്തരം പേഴ്സണാലിറ്റിയെ നമ്മൾ ടൈപ്പ് ഡി പേഴ്സണാലിറ്റി എന്നാണ് പറയാം. അപ്പൊ ഈ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് യോജിച്ച കരിയർ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് ജോബ്, അല്ലേ? അപ്പൊ ഒരു ടീച്ചിങ് ജോബ് എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏത് പേഴ്സണാലിറ്റിയാണ് ഉണ്ടാവേണ്ടത്, ഹെൽപ്പിംഗ് നേച്ചർ എന്ന് പറഞ്ഞ ടൈപ്പ് ഡി പേഴ്സണാലിറ്റിയാണ് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, നേഴ്സ്, അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സ്. ഇപ്പൊ ഇത്തരത്തിലുള്ള കരിയർ ചൂസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ഡി പേഴ്സണാലിറ്റി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ പേഴ്സണാലിറ്റി ആണെന്നും അവർക്ക് ഏതൊക്കെ കരിയറാണ് പിന്നെ ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ആലോചിച്ച് വെക്കാം. ഞാൻ ഏത് പേഴ്സണാലിറ്റിയിലാണ് പെടുക, ടൈപ്പ് എ ആണോ, ടൈപ്പ് ബി ആണോ, ടൈപ്പ് സി ആണോ, ടൈപ്പ് ഡി ആണോ? കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കരിയർ ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.